അൺഐഡന്റിഫൈഡ് തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുണ്ടോ സൂര്യ? അത്തരത്തിൽ മൃതദേഹത്തിന്റെ ഭാഗങ്ങളടക്കം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ സൂര്യ? 58 മൃതദേഹങ്ങളും 113 മൃതദേഹ ഭാഗങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 32 പുരുഷന്മാരും 24 സ്ത്രീകളും 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. ഇപ്പോൾ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു മൃതദേഹം മാത്രമാണുള്ളത്. ഈ 172 മൃതദേഹങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 143 എണ്ണം വയനാട്ടിലേക്ക് മാറ്റി. അതിൽ മറ്റ് ഈ 172-ലെ 3 മൃതദേഹങ്ങൾ നേരിട്ട് തന്നെ വീട്ടുകാർക്ക് കൈമാറിയിട്ടുണ്ട്. കാരണം വീട്ടുകാർ ഇവിടെ നിലമ്പൂർ ആശുപത്രിയിൽ എത്തി മൃതദേഹം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് 3 മൃതദേഹങ്ങൾ വീട്ടുകാർക്ക് നേരിട്ട് കൈമാറിയതാണ്. ഇനി മറ്റ് മൃതദേഹങ്ങൾ, അതായത് ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഉച്ചയോടെ പൂർത്തിയാക്കും. കൂടുതൽ മൃതദേഹങ്ങൾ, ഇന്ന് വ്യാപകമായ തിരച്ചിലാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇന്നത്തെ തിരച്ചിൽ നാട്ടുകാരും ഇവിടെ ആദിവാസി ഊരുകളിലെ ആളുകളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായുള്ള മൃതദേഹങ്ങൾ ഇന്ന് ലഭ്യമാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ആതിര. ശരി സൂര്യ, നിലമ്പൂരിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് സൂര്യ നൽകിക്കൊണ്ടിരുന്നത്.